ഹലോ കൂട്ടുകാരെ, ഇത് എങ്ങോട്ടാണ് ഒരുങ്ങി പോകുന്നതെന്നാണ് ആലോചിക്കുന്നത്. യെസ്, ഞാനേ ഇത് ആ കാണുന്ന വണ്ടിയിലെ ആ കാണുന്ന വണ്ടി നമ്മുടെ ഡ്രൈവർ പയ്യന്മാർ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് പൂജ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ, തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ്, പോയേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവന്മാരുടെ കൂടെ കൂടിക്കൊണ്ട് ഞങ്ങളോടും വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. മോന് സ്കൂളിൽ പോയേക്കാണ്. അവന് ഉച്ച വരെ അല്ല, അവന് ഫുൾ ഡേ ഉണ്ട്. ഇവൾക്ക് ഉച്ച വരെ ഉള്ളതുകൊണ്ട് ഇവൾ ഞങ്ങൾ എവിടെ പോയാലും കൂടെ കാണും. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിലെത്തി. മാറനക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂജ വൈകുന്നേരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്താണ് അവിടെ എത്തുന്നത്. അന്ന് പിന്നെ അമ്പലത്തിൽ വന്നതല്ലേ, എന്നാൽ ഉച്ച ഊണ് നമുക്ക് അമ്പലത്തിൽ നിന്ന് ആയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്, അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ഇച്ചിരി പച്ചക്കറി ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ കഴിച്ചില്ല. ഒരു തോരനും ഒരു കടലക്കറി ഒരു സാമ്പാറും ചോറുമായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കെന്തോ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പായസവും കൂടെ വന്നു, അതെല്ലാം കഴിച്ച് കഴിഞ്ഞു. പൂജ ലേറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നെ കാണിച്ചു വേറൊരു ടെമ്പിളിലേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ വേറെ, ഇത് ആഞ്ജനേയ ടെമ്പിൾ എന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ ചെന്ന വണ്ടിക്ക് പൂജ ചെയ്യാനോ അങ്ങനെ അമ്പലത്തിൽ ഇവർക്കൊരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവർ വാങ്ങിക്കുമായിരുന്നു. ഇതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് അമ്പലത്തിലെ പൂജ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം പിടിച്ചിട്ട് പോകുമ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ഞാനും പൂ പിടിച്ചുകൊണ്ട് വരാം അമ്മയുടെ കൂടെ വണ്ടി പൂജയ്ക്കുള്ളതെന്ന് പറഞ്ഞു. അവളും കൂടെ കൂടി. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരവിടെ വീഡിയോ എടുക്കാൻ അലോ ചെയ്തിട്ടില്ലായിരുന്നു. വെച്ചാൽ അമ്പലത്തിൻ്റെ ഉള്ളിൻ്റെ അകം കാണേണ്ടതാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മൊത്തം ആഞ്ജനേയ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ആനയുടെ അമ്പലമാണ്. മൊത്തം ആനയുടെ ഡിസൈനാണ് അമ്പലത്തിൻ്റെ അകത്തും പുറത്തും. മരം കൊണ്ടാണെങ്കിലും ഇല്ലെങ്കിൽ കല്ലും കൊണ്ടാണെങ്കിലും എത്തിയേക്കുന്ന മൊത്തം ആനയുടെ ഡിസൈനാണ് കേട്ടോ. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. ഞാൻ പുറത്തിറങ്ങി വന്നപ്പോഴത്തേനെ ഇവിടെ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വണ്ടീനെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാക്കി പട്ടിന് പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പയ്യന്മാരോട് പറഞ്ഞു നാരങ്ങ വെക്കാൻ പറഞ്ഞു. നാട്ടിലേക്ക് ഇങ്ങനെ തന്നെയാണോ വണ്ടി പൂജ ചെയ്യുന്നത്? എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നാരങ്ങ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ അവിടെ നോക്കുമ്പോൾ ഫുള്ള് നാരങ്ങയുണ്ട്. വണ്ടി പൂജ ചെയ്യുന്ന സ്ഥലത്ത് നാരങ്ങ ഫുള്ളുണ്ട്. അപ്പോൾ ഇതൊരു ശാസ്ത്രമാണ്, നാരങ്ങ വെച്ച് വണ്ടി കയറ്റുമെന്ന് വെച്ചാൽ ദുഷ്ടക്കണ്ണുകളെല്ലാം പോകാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പട്ടിന് വണ്ടി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്ന് ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് പട്ടിന് പൂജയെല്ലാം ചെയ്യുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ എക്സ്പീരിയൻസ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഒന്നും പറയാത്തത്. അങ്ങനെ അവരത് അതിനെല്ലാം ഒന്ന് കൈ ചുംബിച്ചു. അത് കഴിഞ്ഞപ്പോൾ തേങ്ങ ഉടയ്ക്കുന്ന ശാസ്ത്രം എന്തുകൊണ്ടെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചും എനിക്കറിയില്ല കേട്ടോ. ഇതും നാട്ടിൽ ചെയ്യാറുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പട്ടിന് തേങ്ങയെല്ലാം അമ്പലത്തിലേക്ക് തിരിഞ്ഞ് ഒന്ന് പൂജ ചെയ്തിട്ട് നമ്മുടെ പയ്യൻ്റെ തന്നെ കൊടുത്ത് വണ്ടിക്ക് ഒരു ചുറ്റും അടിച്ച് എല്ലായിടത്തും ഒന്ന് ഇതാക്കിയിട്ട് തേങ്ങ കൊണ്ടുവന്ന് ഉടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ഒരു റൗണ്ടെല്ലാം അടിച്ചു. അങ്ങനെ കൊണ്ടുവന്നിട്ട് തേങ്ങ ഉടയ്ക്കുന്നത് അതെന്തോ ഭംഗിയായിട്ട് പയ്യൻ തേങ്ങയെല്ലാം ഉടച്ചു. പൂജയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പൂജ ചെയ്ത സാധനങ്ങളെല്ലാം പയ്യന് കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാണ്.